മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത് ഉയർത്തിപ്പിടിക്കുന്നതിൽ അപ്പുറമായിട്ട് വളരെ വ്യക്തമായിട്ട് അമിത്ഷാ മിഷൻ 2026 ആണ് കേരളത്തിൽ നിന്ന് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ ഉണ്ടാവുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് അമിത്ഷാ ഇന്ന് കേരളത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോഴേക്ക് കേരളത്തിലെ സകല മോദി വിരുദ്ധർക്കും വലിയ കുരുപൊട്ടൽ ഉണ്ടാവും. പ്രധാനമായിട്ടും ഒരു പുച്ഛിക്കൽ വലിയ രീതിയിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ പിടിക്കുമെന്ന് പറയുമ്പോഴേക്ക് വലിയ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ചുട്ട മറുപടിയുമായിട്ടാണ് അമിത്ഷാ ഇന്ന് രംഗത്തെത്തിയത്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതേപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളോട് വലിയ പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ CPI, പോപ്പുലർ ഫ്രണ്ടിനെ, ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു ഭാഗവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ എങ്ങനെയാണ് കേരളം പിടിക്കുക, ഏത് തരത്തിലാണ് ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പിടിച്ചത്, ചെറിയൊരു ഭാഗം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. മണിപ്പൂരിൽ നമുക്ക് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. हमने 2 बार सरकार बनाई, രണ്ട് തവണ നാം അവിടെ സർക്കാർ ഉണ്ടാക്കി. त्रिपुरा में हमारी एक भी सीट नहीं थी. हमने 2 बार त्रिपुरा में सरकार बनाई. ത്രിപുരയിലും നമുക്ക് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി രണ്ട് തവണ ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലെത്തി. और उत्तर प्रदेश में हमारे पास 400 में से सिर्फ 25 सीटें थी. वहां पर हमने 2 बार सरकार बनाने का काम किया है. ഉത്തർപ്രദേശിലും നമുക്ക് 400 out of 425 seats. 400 സീറ്റ് ഉണ്ടായിരുന്നതിൽ 25 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വീണ്ടും നാം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയിരിക്കുന്നു. और मित्रों, अब बारी केरल की है. इस बार केरल में निश्चित रूप से भारतीय जनता पार्टी का मुख्यमंत्री बना. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ 2024 ഇത്തവണ തീർച്ചയായും നാം കേരളത്തിലും അധികാരത്തിലെത്തും. നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിൽ അധികാരത്തിലെത്തും. ഇത് പുച്ഛിക്കുന്നവര് കൃത്യമായിട്ട് കേട്ടുകൊള്ളൂ. ത്രിപുരയിൽ ഒരു സീറ്റും BJPക്ക് ഇല്ലായിരുന്നു. തുടർച്ചയായിട്ട് ഇപ്പൊ അവിടെ BJP ഭരിച്ച് മുന്നോട്ട് പോകുന്നു. മണിപ്പൂര് മാത്രമല്ല, ഉത്തർപ്രദേശ് 400-ൽ ഇത്രയും കുറവായിരുന്നു. ഈ തവണ തുടർച്ചയായിട്ട് അവിടെയും മുന്നോട്ട് പോകുന്നു. ഇവിടെ BJPക്ക് സീറ്റില്ല, ഇവിടെ ഒരു MP ഉള്ളൂ എന്ന് പറയുന്ന സകലരും മനസ്സിലാക്കുക. 36 സീറ്റിൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ 30,000-ത്തിലധികം വോട്ടുകളുണ്ട്. അമിത്ഷാ എന്ന് പറയുന്നത് രാജ്യത്തെ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന നേതാവാ. അതായത് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു നേതാവാ അമിത്ഷാ എന്ന് പറയുന്നത്. ഈ പ്രഖ്യാപനങ്ങളൊന്നും അധികം വൈകാതെ തന്നെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും അംഗീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താനുള്ള സകല തന്ത്രങ്ങളും മെനഞ്ഞു തുടങ്ങി. ഒരു പക്ഷേ ഈ പറയുന്ന LDFലും ഈ പറയുന്ന UDFൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ BJPയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കൂടായികയില്ല എന്നുള്ളത് പോലും ഓരോ ആളുകളും ഓരോ മോദി വിരുദ്ധരും കൃത്യമായിട്ട് തിരിച്ചറിയുക തന്നെ വേണം. തലസ്ഥാന നഗരി പിടിക്കുമെന്ന് പറയുമ്പോൾ വലിയ പുച്ഛായിരുന്നു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ. അത്രത്തോളം കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP വളർന്നു കഴിഞ്ഞു. 36 സീറ്റിൽ 30,000-ത്തിലധികം വോട്ടുകള് BJP നേടുകയും ചെയ്തു. വലിയ മുന്നേറ്റം തന്നെയാ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. അമിത്ഷാ ഈ വരവും ഈ പ്രഖ്യാപനമൊന്നും വെറുതെയല്ല, കൃത്യമായി അന്വേഷിച്ച് ഏത് സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കും, ഏത് സീറ്റുകളിൽ ആരെ നിർത്തണമെന്നത് ഉൾപ്പെടെ കൃത്യമായിട്ട് തന്ത്രങ്ങൾ മെനയുന്ന നേതാവാ കേരളത്തിൽ വന്ന് പ്രഖ്യാപനം നടത്തിയത്. ബുദ്ധിയുള്ള എതിരാളികൾ ഉണ്ടെങ്കിൽ കണക്ക് കൂട്ടി തന്നെ നിന്നുകൊള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തൂ. ഈ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായിട്ട് CPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കടന്നാക്രമിക്കുകയും അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മോദി സർക്കാർ ചെയ്തതും എടുത്തു പറയുന്നതിന്റെ ഒരു ഭാഗം കൂടി ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. मुझे बताइए, LDF और UDF PFI
जमाते इस्लामी और अब बढ़ती हुई एसडीपीआई से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, LDF-നോ UDF-നോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട SDPI-ക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते, അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि PFI, एसडीपीआई और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. वो केरल को PFI, जमाते इस्लामी और एसडीपीआई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है, बीजेपी बचा सकता है. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും ഒക്കെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ LDF-ഉം UDF-ഉം ഒരുപോലെ എതിർത്തു. मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं है? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वक़्फ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നു. പോപ്പുലർ ഫ്രണ്ടിനെയും SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പ്രേരിപ്പിച്ചാണ്, അവരുടെ വോട്ട് വാങ്ങിയാണ് UDF-ഉം LDF-ഉം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്കൊരിക്കലും കേരളത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇവരെ എതിർക്കുന്ന, ഇവരെയൊക്കെ ഏത് രീതിയിലും എതിർത്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാലേ സമാധാനമുണ്ടാവൂ എന്നുള്ളതുൾപ്പെടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ? LDF UDF ഇവരുടെ വോട്ട് വാങ്ങിയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിനെയും SDPI-ക്ക് ഒന്ന് നിലക്ക് നിർത്താൻ ഈ പറയുന്ന LDF-നോ UDF-നോ സാധിക്കുക? ഇത്തരം ജിഹാദി സംഘടനകളെ അടിച്ചമർത്തി ശ്വാസം വിടാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയാലേ കേരളം എന്നല്ല ലോകത്തെവിടെയാണെങ്കിലും സമാധാനം ഉണ്ടാവൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അമിത്ഷാ കൃത്യമായിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് മുത്തലാഖ് നിരോധിച്ചോ, ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോവേണ്ട എന്ന വ്യക്തമായ ചോദ്യം. ഇവിടെ മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് പോലും മാധ്യമങ്ങളിൽ ഒരു ഉസ്താദ് രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട്, എന്റെ മകളെ മുത്തലാഖ് ചൊല്ലി, ഇതിന് നീതി തേടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. ആ ഉസ്താദ് ഉൾപ്പെടെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളെ തിരിച്ചറിയാം, മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ കറിവേപ്പില പോലെ മുസ്ലിം സ്ത്രീകളെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയാ. മോദി മുത്തലാഖ് നിരോധിക്കുന്നതിന് മുമ്പ് വരെ കറിവേപ്പില പോലെയായിരുന്നു മുത്തലാഖ് ചൊല്ലിയിട്ട് മുസ്ലിം സ്ത്രീകളെ വലിച്ചെറിയാറുള്ളത്. ഇന്നത് സാധിക്കില്ല. മുത്തലാഖ് ആര് ചൊല്ലിയോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ, പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോവാൻ സാധിക്കൂ. അത് മോദി സർക്കാർ ഉള്ളത് കൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയ വലിയ ആനുകൂല്യ. ഇതിനും എതിരെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസും ഈ പറയുന്ന CPM-ഉം UDF-ഉം LDF ഒക്കെ തന്നെ. അതേപോലെ തന്നെ വഖഫ് ബോർഡിനും എതിരല്ലേ? വഖഫ് ബോർഡ് ഭേദഗതി നിയമത്തിനെതിരെ ഈ പറയുന്ന UDF-ഉം LDF-ഉം എതിരല്ലേ? യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് കൊണ്ട് ഇനി ഏതെങ്കിലും ഒരു മുസൽമാൻ വഖഫ് ബോർഡിലേക്ക് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി ഭൂമി ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു തുണ്ട് ഭൂമി പോലും മറ്റൊരു അനധികൃതമായിട്ട് ആർക്കും കൈവശം വെക്കാൻ സാധിക്കൂല. ഒരു രേഖയില്ലായിരുന്നു, ഒരു രജിസ്റ്ററും ഇല്ലായിരുന്നു. ഇന്ന് ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. കൃത്യമായിട്ട് രാജ്യത്തെ രേഖകളിൽ ഉണ്ടാവും ഇത് വഖഫ് ചെയ്ത ഭൂമിയാന്ന്. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഈ നിയമം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ആര് വഖഫ് ചെയ്താലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെയൊക്കെ തലപ്പത്തുള്ള പ്രമാണിമാര് അവരുടെ കുടുംബത്തിന്റെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ വഖഫ് ചെയ്ത ഭൂമി തോന്നിയതുപോലെ കൈയടക്കം ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലായിരുന്നോ നമ്മുടെ രാജ്യത്തെ വഖഫ് ഭേദഗതി, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്? ഇതിലൊക്കെ തന്നെ ഒരു മാറ്റം വന്നില്ലേ? ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാ മറ്റൊരു യാഥാർത്ഥ്യം. അതേപോലെ തന്നെ
അന്യമതത്തിലുള്ള, അതായത് മുസ്ലിം അല്ലാത്ത മറ്റു മതങ്ങളുടേതുപോലും അനാവശ്യമായിട്ട് കൈവശപ്പെടുത്തുന്ന നെറികേടിനെയും അതും കൃത്യമായിട്ട് അങ്ങ് നിർത്തിവെപ്പിച്ചോ. അതും യഥാർത്ഥത്തിൽ ഒരു മുസൽമാനെ സംബന്ധിച്ച് അന്തസ്സുള്ള ഒരു കാര്യം തന്നെയല്ലേ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുത്തിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനെതിരല്ല, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ച മുന്നോട്ട് പോകുന്നത്. അതേസമയം ജിഹാദിസത്തെ, ഭീകരവാദത്തെ, തീവ്രവാദത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അത് മുസ്ലിം ഭൂരിപക്ഷ ബോധമുള്ള രാജ്യങ്ങൾ UAE, സൗദി ഒക്കെ ചെയ്യുന്നതാ. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നല്ല ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയാ. അമിത്ഷാ കേരളത്തിൽ നിന്ന് 2026 പ്രഖ്യാപിച്ചത് ഒരു മോദി വിരുദ്ധരും മറക്കണ്ട. കേരളത്തിൽ അധികം വൈകാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.